എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ? താഴേക്ക് ഇരിക്കുന്നു. താങ്ക് യു. അത് പറഞ്ഞു ഇതമ്മണ്ട് അവിടെ പൂലുണ്ട്. നോക്കിക്കോ. മാക്രോൺ എന്നുണ്ടാക്കുന്നത് എന്ത്? ഓണിയൻ റിങ്സും ഇതൊക്കെ മോർണിംഗ് കിട്ടും. വിശക്കുന്നുണ്ട് ഓൾറെഡി. എന്തിനാ എത്ര ഒരുങ്ങി കിട്ടി വന്നത്? എന്താ വിശേഷം? ആനിവേഴ്സറി അല്ലേ, അപ്പം ഒരുങ്ങാന്ന് വിചാരിച്ചു. ആനിവേഴ്സറിക്ക് കല്യാണത്തിന് പേടിച്ച് കടിച്ച് ഒരുങ്ങിയതല്ലേ. കല്യാണത്തിന് ടെൻഷൻ അടിച്ച് ഒരുങ്ങിയതായിരുന്നു. എന്തിനു ടെൻഷൻ അടിച്ച്? കല്യാണ ചെറുക്കനെ കാണുന്നില്ല. എന്താ കല്യാണ ചെറുക്കനെ കാണാണ്ടായ? എയർപോർട്ടിൽ ആരെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കല്യാണ ചെറുക്കനെ ആരാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ സമയമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. കല്യാണം നടക്കുമെന്നുള്ള പേരില്ല. അതെ. ഏതെങ്കിലും ചെക്കന്മാര് എന്താ പറയാ എയർപോർട്ടിൽ ഇരുന്ന് ഉറങ്ങിയ ചരിത്രം കേട്ടിട്ടുണ്ടോ? ഞാൻ ഉറങ്ങിയതല്ല, പ്രത്യേകിച്ചും ഈ സൗദിയിലെ ടൈമും മസ്കറ്റിലെ ടൈമും തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ സൗദിയിലെ ടൈം വിചാരിച്ചത് 1 മണിക്കൂറും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാ. അവര് ജോയിൻ ചെയ്ത്, അവര് അബുദാബിയിൽ നിന്ന് ജോയിൻ ചെയ്ത് മസ്കറ്റിൽ, ഞാൻ സൗദിയിൽ നിന്ന്. ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ എത്തുന്ന ഒരു വരൻ്റെ ഫാമിലിനെ കുറിച്ച് വേറെ ടൈമിലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം കല്യാണം കഴിക്കും. ഇതെന്തത് തീരുമാനിച്ച അന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ? അഥവാ അന്ന് വന്നില്ലെങ്കിൽ ആ സമയം കൊണ്ടുണ്ടാവുന്ന മാനസിക സംഘർഷത്തിന് മാനസിക സംഘർഷം എന്ന് പറയാൻ ഇന്ന് വരും നാളെ പോകും. അതൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കാന്നുള്ളതാണ് ജീവിതത്തിന്റെ ഭാഗം. അന്ന് ഞാൻ വിചാരിച്ചു കാര്യം തുടക്കമേ പഠിച്ചു. അതിന് കല്യാണത്തിന്റെ അന്നുണ്ട്. നല്ല ചൂട് ചായ, പഞ്ചസാര ഇട്ട് കുടിക്കാല്ലേ ചായ. ചായ നിർത്താൻ പോവാ. എന്തുപറ്റി? ഞാനൊരു വീഡിയോ കണ്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടിരിക്കുക. ട്രൈ ഔട്ട് ദാറ്റ്. നല്ലതാണ്. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളോട് കടന്നു പോയിട്ടുണ്ട് നമ്മളാവാൻ തീരുമാനം എടുക്കുന്നത്.
5 കിലോ വെയിറ്റ് കുറഞ്ഞു. നോക്കാം നടക്കും. ആ വിൽ പവർ എനിക്ക് ഉണ്ടാവും അറിയില്ല. പിന്നെ കല്യാണ ആനിവേഴ്സറി ആയിട്ട് ഇന്ന് കുടിക്കാം. ആനിവേഴ്സറി ആയിട്ട് എന്താ പറഞ്ഞു വന്ന നേരത്തെ ടെൻഷൻ അടിപ്പിച്ച് കൊന്നു. അവസാനം 10:30 മുഹൂർത്തം. 10:30 മുഹൂർത്തം. 10 മണി 9 കണ്ടാക്കി എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോഴെങ്കിലും പിന്നെ നമ്മൾ 50 പേരുടെ കല്യാണമായിരുന്നല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് 25, നിങ്ങളുടെ സൈഡിൽ നിന്ന് 25, അങ്ങനെ മൊത്തം 50 പേരുടെ കല്യാണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് നമ്മുടെ അനു മാത്രമേ എന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് എന്നെ ഒരുക്കിയത്. ബ്യൂട്ടീഷ്യനും വലിയ ഒന്നും ഇല്ലാത്തൊരു കല്യാണം. പാവം അവളിലൊന്നുമില്ല. അവിടെ ഒരു എന്താ പറയുക, കണ്ണെഴുതുന്ന സംഭവമുണ്ട്, അതുപോലെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ലൈനർ ഉണ്ട്. അപ്പോൾ കല്യാണ പെണ്ണിന് സാധാരണ രീതിയിൽ ഒരുക്കുന്ന പോലെ ഒന്നും ഒരുക്കില്ലായിരുന്നു. അപ്പോൾ അവളുടെ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് റൂഷ് പോലെ അപ്ലൈ ചെയ്തു, ലൈറ്റായിട്ട്. പിന്നെ ജാൻ്റെ എന്തായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ, ഓർണമെന്റ്സ് ഒന്നും പാടില്ല, ഒരുപാട് ഒരുക്കങ്ങളൊന്നും പാടില്ല എന്നായിരുന്നു. അപ്പോൾ ഒരു മാല മാത്രമേ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ശരി, കണ്ടീഷൻ അംഗീകരിക്കുന്ന ഭാര്യമാര് റയറായിട്ട് കിട്ടുള്ളൂ. കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ചോപ്പിച്ച് വെച്ചിരിക്കുന്ന കെട്ടിയവന്. തലേദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല. അവി, നിനക്ക് ഓർമ്മയില്ലേ കല്യാണം? നീ അതിനെ കുറിച്ച് എന്താണെന്ന് പറയാതെ. ഞാൻ പറഞ്ഞേ. അപ്പോൾ കല്യാണത്തിൻ്റെ നമ്മുടെ അമ്പലത്തിൽ, നമ്മുടെ എവിടെയായിരുന്നു അമ്പലത്തിൻ്റെ പേര്? മുരുകൻ്റെ അമ്പലത്തിലായിരുന്നു കല്യാണം. എടമുട്ടത്തെ മുരുകൻ്റെ അമ്പലത്തിൽ ചെന്നു. മുരുകൻ്റെ അമ്പലമായിരുന്നു. ഞാൻ ശ്രീനാരായണ മുരുകൻ്റെ അമ്പലം. മുരുകൻ്റെ അമ്പലം എടമുട്ടത്തെ. ശരി, അതെ. അപ്പോൾ അവിടെ ചെന്നപ്പോ കണ്ടു. ശ്രീനാരായണ ഹോളായിരുന്നു. എന്തായിരുന്നു? ഹോളൊന്നുമല്ല, ഒരു അമ്പലം മാത്രം. ഹോളിലൊന്നും നമ്മൾ പോയില്ല. ജസ്റ്റ് കല്യാണം കഴിച്ചു. പിന്നെ മറ്റേ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്ത് നടുവില് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു പോകുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴെങ്കിലും നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലത്തെ ഷമ്മീനെ പോലെ എന്നെ കെട്ടിയോന്റെ ഫേസ് അങ്ങനെ മാറി. കണ്ണൊക്കെ ഷമ്മിയുടെ ഫേസ് മാറുന്നില്ല. എന്താ ഫേസ് മാറുന്നല്ല, കണ്ണ് ഷമ്മിയുടെ കണ്ണ് മാറില്ല. എപ്പോഴും ഭയങ്കര സ്നേഹമുള്ള കണ്ണ്. അതെ അതെ, ഭയങ്കര സ്നേഹമാണ്. ഇത് കണ്ണൊക്കെ ചോന്ന് ഒരുമാതിരി. പിന്നെ മോന്ത കുപ്പിച്ച് എനിക്ക് ടെൻഷനായത്. ഈ മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. രാത്രി വരെ ഭയങ്കര ചക്കര പീല തേനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കെട്ടാൻ വന്നപ്പോ അത് ശ്യാം പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കുഴി ബോംബുകളുള്ള കഥാപാത്രമാണ്. എവിടെ ബോംബ് കിട്ടാന്നറിയില്ല. അതെ, എനിക്കറിയില്ലല്ലോ. അതേ പറഞ്ഞത്. തലേദിവസം വരെ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്ന ആള് കല്യാണം കഴിക്കുന്ന ദിവസം വന്നപ്പോ ഇനി വരാനുള്ള ജീവിതത്തിന്റെ മുന്നോടിയായിട്ട്. അതെ. അപ്പൊ അതിന് തമാശ എന്താന്ന് വെച്ചാൽ സൂപ്പർ ഡിലീഷ്യസ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഈ കളർ പീച്ച്, ഇത് പോച്ചിഡാന്ന് പറഞ്ഞ പോച്ചിഡ് പീച്ച്. ഈ മധുരട്ട് പുഴുങ്ങും. ഫൂല് വന്നിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? എങ്ങനെയുണ്ട് ഇത്? മറ്റേ സാധനം ഹാഷ് ബ്രൗൺ നല്ലതാണോ? ഇനി ഫൂല് കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ പറയാട്ടെ. അപ്പൻ്റെ ഹാഷ് ബ്രൗൺ നല്ലതാണോ? കഴിച്ചു നോക്കിയാ? ചൂടാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഇത് കഴിച്ചു നോക്ക്. ഇത് ഒരു കഴിക്കുമ്പോൾ യാതൊരു ഹെവിനെസ്സും ഇല്ലാതെ റോസ്മേരി ഒക്കെ ഇട്ടിട്ട്. ആണോ? എന്താ ചെയ്യാ? നല്ലല്ലേ? ഒരു സെലിബ്രിറ്റി വന്ന് ഫേസ്ബുക്കിൽ വന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? പറഞ്ഞോ അതോ? എനിക്ക് തരത്തില്ല. വിശപ്പങ്ങൾ കഴിച്ചോണ്ട് അതോ
അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതല്ല. ഷമ്മി അപ്പോൾ മുഖമൊക്കെ കുഴിബോംബ് മുഖമൊക്കെ ചോന്നു, അതിൽ കണ്ണൊക്കെ ചോന്നു. പിന്നെ ശരി, അതിൻ്റെ പെട്ടെന്നല്ല, മുഹൂർത്തം കഴിയാറായി, പെട്ടെന്ന് തന്നെ കെട്ടണം. അപ്പോൾ ശാന്തിയോടെ ബഹളം വെക്കുന്നത് എന്താ ചെക്കനെ പെണ്ണും വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയി. വെക്കണ്ടായി, ഞങ്ങൾ നേരത്തെ വന്ന് നിൽക്കണ്ടായിരുന്നല്ലോ. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഞാനും വേറെ വീട്ടിൽ നിന്ന് വന്നല്ലേ? അല്ല, എൻ്റെ അമ്മ. ഞാനത് ഇവിടുന്ന് സൗദിയിൽ നിന്ന് മസ്കറ്റ് വഴിയൊക്കെ വരുന്നത് തന്നെ. എനിക്കങ്ങനെ വീട് ഇതൊന്നും ഓർമ്മയില്ലേ. നീ പോയി ഡ്രസ്സ് മാറിയിട്ടല്ലേ വന്ന? അന്ന് ആദ്യമായിട്ടില്ലേ വൈറ്റ് പാൻറ്റും അല്ല വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടിലൊക്കെ വന്നു. അതമ്മായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, രക്ഷപ്പെട്ടത്. അതെ. പിന്നെ അങ്ങനെ പെട്ടെന്ന് പോയി കെട്ടി ചുറ്റി 3 പ്രാവശ്യം കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. കൈ പിടിച്ച് നടക്കില്ലേ 3 വട്ടം അമ്പലം ചുറ്റും. ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി മിന്നലില്ല സാധനം. ഞാൻ ചോദിച്ചു എന്താ കാര്യം, ശരിയാണ്, എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ട് എന്തടി കാട്ടി വെച്ചേക്കുന്നു, മുഖത്ത് എന്താ കാട്ടി വെച്ചേക്കുന്നു. ഞാൻ എന്താ മുഖത്ത് കുഴപ്പം, എന്തിനാ ഇത്ര മുഖത്ത് വാരി തേച്ച് വെച്ചേക്കുന്നത്, കുട്ടിയിട്ട് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ദൈവമേ, ഞാൻ അനുവിനോട് നോക്കി, അനു കൊളായി, എല്ലാം കത്തിക്കൽ കഴിഞ്ഞ. അപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനൊക്കെ വന്നു. അളയില് എന്താ പറയാ, എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, പിടിച്ചാലും വലുത് അളയിലിരിക്കുന്നത്, അല്ല അളയിലിരിക്കുന്നതിന് വലുതിനെ പിടിച്ചാലും വലുതാണ് അളയിലിരിക്കുന്നത്. അങ്ങനെ എന്താ തോന്നുന്നു. കാരണം എൻ്റെ അമ്മായി പണിക്കെടുത്ത് പോയി. അതല്ല, വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് ശരിയായോ? അതെ, മേബി അങ്ങനെയായിരിക്കും. അന്ന് എനിക്ക് ആ സമയത്ത് പേടിച്ചു പോയി. ആ സമയത്ത് പഴഞ്ചൊല്ലി കിട്ടിയില്ല. പഴഞ്ചൊല്ലി നോക്കില്ല, എൻ്റെ ജീവിതം എവിടേക്കാണ് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ചോറിടാൻ പോയി. അപ്പം നിന്റെ പ്രദീപ് പിന്നെ ആരായിരുന്നു, മാമും മീന മാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഭക്ഷണം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോയി, നമ്മൾ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംസാരം വന്നു. അപ്പം ഞാൻ പിന്നെ സോറി, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, ഞാൻ മേക്കപ്പ് ഇട്ടതല്ല, ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് അനു എല്ലാവരും കൂടി കോംപ്രമൈസ് ചെയ്ത് വന്ന് ശരി. അനു ഉണ്ടായിരുന്നു, അത് വന്നിട്ടല്ല അനു പോയത്. കോംപ്രമൈസ് ചെയ്യില്ല, അവളെ വീട്ടിൽ പോയി. പിന്നെ എന്നാലും എപ്പോഴും ഈ ടോപ്പിക്ക് വരാറുണ്ട്, എന്ത് പൊട്ടിട്ടു കൊളാക്കി ഫേസ് കൊളാക്കി. അതിന് ശേഷം പിന്നെ ഈ സാധനം ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കിൽ നിർത്തി അന്നത്തോടു കൂടി. ഞാൻ ലിപ്സ്റ്റിക്കല്ല, ലിപ് ലൈനർ മാത്രം ഉപയോഗിക്കാം. ഞാൻ മോദി ഇവിടെ ഒന്നും ഇടാറില്ല, റൂഷ് ഒന്നും ഇടാറില്ല. അതേനെ എന്തൊരു സൗന്ദര്യം ഉണ്ടല്ലേ, നാച്ചുറൽ ബ്യൂട്ടി എന്നുള്ള വീണാസ് കറിവേൾഡ് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ ഒരു ദിവസത്തെ മുഖം കറുപ്പിക്കൽ മതിയായിരുന്നല്ലോ. അതാണ് ഇത്, അന്നേ തൊട്ട് നമ്മൾ ആൾക്കാരെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാണ് അല്ലേ. പക്ഷെ ഒരു നവവധുവിൻ്റെ അന്നത്തെ ദിവസം സന്തോഷം അലയടിക്കേണ്ട മുഖം അല്ലെങ്കിൽ മനസ്സാണ്. പക്ഷെ അന്നത്തെ ദിവസം എന്നെ പേടിപ്പിച്ച് അത് ഒരു തമാശ എന്താ വെച്ചാൽ, ഇന്നാണ് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഫാസ്റ്റ് ഫാസിലിൻ്റെ കണ്ണും ഒക്കെ അതേ എക്സ്പ്രഷനുള്ള അച്ഛൻ്റെ. ഒരു മലയാളത്തിലെ കേരളത്തിലെ ഒട്ടുമിക്ക ആണുങ്ങളുടെ ഒരു മുഖാണ് ഫാസ്റ്റ് ഫാസിൽ. എല്ലാവരും റെപ്രസെന്റ് ചെയ്തല്ലേ പുള്ളിനെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറഞ്ഞ ഇപ്പോൾ അന്നത്തെ ദിവസം സന്തോഷമായിരിക്കുന്നതിലല്ല, സന്തോഷകരമായ ഒരു ടീം വർക്ക്, ഒരു ജീവിതം കെട്ടിപ്പറക്കുന്നതിന്റെ ഭാഗമാണ് അല്ലേ. അന്നത്തെ ദിവസം സന്തോഷമായിട്ട് ബാക്കി ജീവിതം മുഴുവൻ കൂട്ടിച്ചോറായിട്ട് കാര്യമുണ്ട. എനിക്കറിയില്ലല്ലോ, അതറിയില്ലല്ലോ അല്ലേ, എവിടേക്കാ പോണെന്ന് അറിയില്ലല്ലോ വണ്ടി. ചുരുക്കം പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സ് പോലെയാണ് നമ്മുടെ ജീവിതം അല്ലേ. ഷമ്മിയുടെ ജീവിതം പോലെയാണ്. ചില മാനേഴ്സും സംടൈംസ് കയറി വരുന്നുണ്ടായിരുന്നു. ആ എന്താണ് മോളേന്നല്ല, ആ ചാച്ചനോട് 1-2 വ്യത്യാസമുള്ളൂ. ഞാൻ മാന്യമായിട്ടൊരു ജോലി ചെയ്തിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷനാണ് ചില പണ്ടൊക്കെ. അതായത് ഇപ്പം നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവ് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ, നമ്മളെ നാട്ടിൽ വെക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ചില സമയത്ത് ഭയങ്കര നല്ല വിനയാന്യൂതനായി സംസാരിക്കും. ചില സമയത്ത് ഒരുമാതിരി ആൾക്കാരെ കാണാത്ത പോലെ ബിഹേവ് ചെയ്യും.
പരിചയപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ വരാറുണ്ട്. കുഴിബോംബ് നല്ല കാര്യമല്ലേ, എപ്പോഴും നമ്മളൊരു സർപ്രൈസ് അല്ല എൻ്റെ ജീവിതത്തിലുള്ളത് നല്ലതാണ്. അതെന്തുണ്ടാന്നറിയാം. മതിയാ ചായ വേണോ? എന്നോട് ചാടി ഈ സംഭവം വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാഷ് ബ്രൗൺസ് ഒന്നും വേണ്ട. എന്നിട്ട് വെള്ളം ഒരു ക്രോയ്സനും കൂടെ പറയണ. ബ്രെഡ് വിത്ത് ഹണി, ബ്രെഡ് വിത്ത് ചീസ്. അല്ല, ഈ ഷമ്മീനെ പോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. നമ്മളാരും മുതലെടുക്കില്ല, ഒരാൾക്കും അറിയില്ല അടുത്ത മൂവ് എന്തായിരിക്കും. അത് നല്ലൊരു കാര്യമില്ല. സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയില്ല. അമ്മായിച്ചിനല്ല, അമ്മയ്ക്ക് വരെ പേടിയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാൻ സിനിമ കാണാൻ എന്നോട് പറഞ്ഞു. എന്ത് ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസം കഴിഞ്ഞ് അവർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് ഭയങ്കര തിരക്കായിരുന്നു നാട്ടില്. നാട്ടിലല്ല, ഇവിടെ തിരക്കാണോ? അല്ല, നാട്ടിലത്തെ ആൾക്കാരുടെ ഒരു, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്കത് പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ലോ ലെവൽ എടുത്തേക്കുന്നത് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുന്ന സിനിമയിൽ, മനസ്സിലായില്ലേ? അതിൽ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡാഷ് പറമ്പ്, അങ്ങനെ പാവപ്പെട്ടവരുടെ ജീവിതമല്ലേ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഒരു കൾച്ചറും ഇങ്ങനെ ലോ ലെവലിൽ എടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രിറ്റിസിസംസ് ആ ഒരു ഹൈ ക്ലാസ് ആൾക്കാരെ വന്നു. അതിപ്പോൾ എന്തിനെ പറ്റിയും മോശം അഭിപ്രായവും നല്ല അഭിപ്രായവും ഉണ്ടാവും. അതാണ് എല്ലാവരും ഒരേപോലെ അംഗീകരിച്ച സിനിമ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല ലോകത്ത്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരു സാധനം ഉണ്ടായാൽ അത് വ്യക്തിത്വമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും. ലോകം എപ്പോഴും അങ്ങനെയാണ്. ആപ്പിൾ പോലൊരു ബ്രാൻഡ് ലോകം മുഴുവൻ കീഴടക്കിയപ്പോഴും ആപ്പിളിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ട്. അതുപോലെയാണ് സിനിമയുടെ ആ വ്യത്യസ്ത ചിന്താഗതികൾ നമ്മൾ വെച്ച് പുലർത്താൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ നമുക്ക് ആ സിനിമ കണ്ടതിന് ശേഷമാണ് ശ്യാം പുഷ്കരൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ശ്യാം പുഷ്കരന് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ഇഷ്ടവും ആദരവും ഇത് അദ്ദേഹത്തിനോട് അങ്ങനൊരു പേര് പോലും നമുക്ക് ഇതാവുന്ന തന്നെ. അതിനു മുമ്പ് പോത്തേട്ടൻ ബ്രില്യൻസും ദിലീഷ് പോത്തനും നാട്ടിൽ കിടക്കാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ല. ഒരുപാട് രസമുള്ള ശകലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്, ഈ ഇൻ്റർവ്യൂസിൽ. ഒന്ന് ഈ അച്ഛനമ്മയും ആദ്യത്തെ കൊച്ചിനെ വളർത്തുമ്പോഴാണ് ഉള്ള അബദ്ധം, അവരെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കും. അതിനുശേഷം രണ്ടാമത്തെ കൊച്ചാകുമ്പോഴേക്കും ക്ലിയറായി. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും അവയും ആദ്യത്തെ ഇതായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് അങ്കലാപ്പുകളുണ്ടായിരുന്നു, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവയ്ക്കൊരു അസുഖം വരുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എത്ര ഇപ്പോൾ അന്ന് ടൈഫോയിഡ് പിടിച്ച് ഹോസ്പിറ്റലിലാണ്ടാക്കി രാത്രി പൊറോട്ട വേണമോ, അതല്ലേ അത് ഇതിനല്ലേ പൊറോട്ട വേണമോ, ഇതാണ് കൈ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പോൾ കൈ ട്രെഡ്മില്ലിനിടയിൽ കൊണ്ടുവച്ച്. അപ്പോൾ എല്ലാ അബദ്ധങ്ങളും സംഭവിച്ചില്ല. അവിടെ ഡോക്ടറെ അടുത്ത് ഇത് ഡ്രസ്സ് ചെയ്യാൻ കയറ്റുമ്പോൾ കരച്ചിലുണ്ട്, പൊറോട്ട വേണമോ അപ്പ എന്ന് പറഞ്ഞു. ഇത് ടൈഫോയിഡ് പിടിച്ച് അന്ന് ഒന്ന് ഓഫീസ് ദുബായിൽ പുതിയതാണ്, ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ടെൻഷനാണ്. വീട്ടിലേക്ക് 1 മണിക്കൂർ ഡ്രൈവ്, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഉള്ളത് അതൊക്കെ എത്തി. രാത്രി അവിടെ അഡ്മിറ്റായി കിടന്ന് പുലർച്ചെ കുട്ടി എൻ്റെ അച്ഛൻ കൊന്തപ്പാ എനിക്ക് കഞ്ഞി വേണം അല്ലെങ്കിൽ ചോറ് വേണം എന്നാണ്. അപ്പോഴാണ് നമുക്കൊരു സമാധാനമാണ് സാധാരണ രീതിയിലുള്ള ഇൻട്രസ്റ്റ്. അപ്പം ഇവൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ അന്തുവിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ കൂളായിരുന്നു. നമ്മളെക്കാളും അച്ഛമ്മേനാണെങ്കിൽ അവന് ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ അച്ഛമ്മ ടെൻഷൻ അടിച്ച് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും. അച്ഛമ്മയില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അത് അല്ല, അച്ഛമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛമ്മയുടെ ചെറുപ്പത്തിൽ എന്നെ ഹാൻഡിൽ ചെയ്തപ്പോൾ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള നീല കളറാവും കുട്ടി എന്നൊക്കെ അങ്ങനെ ഇതുണ്ട്. പിന്നെ പറഞ്ഞ് ശരിയാക്കി അച്ഛമ്മയോട്. അച്ഛമ്മ ടെൻഷൻ അടിക്കേണ്ട, അവൻ തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതൊരു വലിയ ഇതായിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ കണ്ട ഇതിൽ ഈ സ്ത്രീവിരുദ്ധ ഭക്ഷണങ്ങളാണ് കേരളീയരുടെ അധികം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ദോശയാണെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കണം, അരച്ച് വെക്കണം. ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിൽ തേങ്ങ പൊട്ടിച്ച് ചിരവി ഇരുന്ന് അരയ്ക്കണം.
അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേരളീയർ. അതുകൊണ്ടാണ് ഇന്ന് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ടൈം കൺസ്യൂമിങ് അല്ലാതെ വേറെ സ്ഥലത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തന്നിട്ടാ. സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടാക്കണം ഒക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷെ വയ്യ, അതുകൊണ്ടാണ് ചെയ്യാൻ. നല്ല കേക്ക് ഉണ്ടാക്കിയിട്ട് അത് വല്ലവരും തിരിക്കാനല്ലേ, എന്നാലും കുഴപ്പമില്ല, ഉണ്ടാക്കി കൊടുക്കും. വേറെ ദിവസം ഉണ്ടാക്കാം. അതെ, അപ്പോൾ അതല്ല നമുക്ക് ഇപ്പോൾ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേരളീയർ. പക്ഷേ ആ ടൈം കൺസ്യൂമിങ് അത് ഒരാൾ മാത്രം ചെയ്യുമ്പോഴാണ് അത് ടൈം കൺസ്യൂമിങ് ആണ്. അതൊരു സെലിബ്രേഷനാക്കി, അതൊരു രസമാക്കി, ഒരു കുടുംബം മുഴുവൻ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ അതിനൊരു രസമുണ്ട്. അത് ഉദാഹരണത്തിന് രസമുണ്ട്, പ്രൊവൈഡഡ് ചൂട് ദോശ മേശയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി വരണമെന്ന് നിർബന്ധം പിടിക്കാത്ത ആൾക്കാരുള്ള വീടാണെങ്കിൽ. ഓറഞ്ച് കളറൊക്കെയാണല്ലോ അമ്മ, ഓറഞ്ച് കളറാണല്ലോ ഈ ഇതിൻ്റെ പോലെ തന്നെ സാരിയുടെ സെയിം, അല്ല ബ്ലൗസിൻ്റെ സെയിം കളർ. എങ്ങനെ ഒപ്പിച്ചവി? നിങ്ങൾ രണ്ടാളും കൂടെ ചെയ്തോ? ചേട്ടനെന്തോ കലാപരിപാടി 2 മണി വരെ ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മോഡേണായിട്ട് നന്നായിട്ട്. അപ്പൊ നീ എവിടെ? അവി എവിടെ? അത്തേടെ ഇംപ്രോവൈസ് ചെയ്ത് രണ്ടാളെയും കൂടെ ചേർക്ക്. നേരെ തിരിച്ചാണ്, ബാക്കിലുള്ള അമ്മ, നടുവിലുള്ള അച്ഛ. White is Acha, blue is Amma. It looks like a Pokemon. I now only understand. I now understand. ക്യാമറയിൽ പകർത്താൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി ഇവിടെ. ഓംലെറ്റ് അല്ലേ, എഗ് വൈറ്റ് എടുത്തപ്പോൾ അത് ഓറഞ്ച് ജ്യൂസ് വീണു. എന്നിട്ട് അത് എടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അത് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഗ് വൈറ്റ് ഓറഞ്ച് ജ്യൂസിൽ ഇട്ടിട്ട് ഭയങ്കര ഫ്രഷ് ഫീൽ. പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാവുന്നത് അവയ്ക്ക് പഠിക്കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യണം. You touch the sky too? Mm-hmm. Because I touched the sky. Huh? Because I touched the sky.
ആകാശത്ത് നോക്കിയിരിക്കുന്ന എന്റെ മൂത്ത പുത്രൻ ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. അങ്ങനെ പിടിക്കരുത്, അങ്ങനെ പിടിക്കരുത്, മര്യാദക്ക്. ഇതിപ്പോ പണി കഴിയുന്നുണ്ട് ഇവിടെ ഉള്ളത്. ഇവിടെ വലിയ റാഡിസ് ഉണ്ട്, വേറെ ഹോട്ടലൊക്കെ വരും അതിനകത്ത്. ഞാനിങ്ങനെ അപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ബുക്ക് ചെയ്യുന്നല്ലോ. നമ്മുടെ ഒരു തിരുനവടിക്കൽ കിട്ടും. മൈ ക്രേസി ലവ് അല്ല, മൈ ക്രേസി ഹസ്ബൻഡിന് എന്താ വാങ്ങിച്ചു കൊടുക്കാന്ന് ആലോചിച്ചു. ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. യൂണിക്കോൺ അല്ലേ? അല്ല വീണ ഈ ഈജിപ്തിലെ സെയിൽസ്മാൻമാരുടെ ഒരു പരിപാടിയില്ലേ, അവർ കടയിൽ വിളിച്ചിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ചിട്ട് നമ്മളങ്ങനെ ഒരു റെസിപ്രോക്കേറ്റിംഗ്. അപ്പോൾ നമുക്കുള്ള സൽക്കരിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും വാങ്ങിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും തന്നു കഴിയുമ്പോൾ അത് മനുഷ്യ സഹജമായ സ്വഭാവമാണത്. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നു പറഞ്ഞാൽ എൻ്റെതൊന്നും കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നത് നടക്കൂല. എനിക്ക് ഒരു പ്രതീക്ഷയില്ല, അത് പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചു തരുന്നുണ്ട്. ആര്? അത് ശരി. അതു പോവാ. ഗിഫ്റ്റ് മേടിക്കാൻ കയറിയിട്ട് അമ്മയ്ക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങി. ഇതാണ് പറയുന്നത്, നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ്. ഞാൻ താങ്കൾക്കത് വാങ്ങിച്ചത്. ആരെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഭാര്യ പോകുമ്പോഴും ഭർത്താവ് പുറകെ വരും. ആവശ്യമില്ലാണ്ട് പൈസ ചെലവാക്കിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് കമ്പനി എന്ത് ചെയ്യാൻ നോക്കണേ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള സാധനമാണ് വാങ്ങിക്കണമെന്ന് എനിക്ക് കൂടെ തോന്നണ്ടേ. കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞാൽ ചുങ്കുടു നിക്കടുന്ന എന്തിനു വേണോട്ടോ തപ്പൂന്ന് ഒന്നുമില്ല, വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചോ. ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല. കെട്ടിപ്പിടിക്കാൻ ഞങ്ങളെ പക്ഷെ ആ പോപ്പോനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സുഖം നിങ്ങൾ ആരും കെട്ടിപ്പിടിച്ചാലും കിട്ടും.